പത്താമതയം മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകൻ്റെ ദിനം. നമസ്കാരം. ഇന്ന് പത്താമതയം. ഈ പത്താമതയത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാ മാന്യ പ്രേക്ഷകരെയും നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പത്താമതയം. കാലം മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന പത്താമതയവും കാർഷിക രീതികളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏഴല്ലൂർ പൊട്ടനാനിക്കൽ ജോൺസന്റെ കൃഷിയിടങ്ങളിലേക്ക്. ജോൺസനും ഭാര്യയും കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം. ചേന, കപ്പ, അതുപോലെ തന്നെ കോഴി വളർത്തൽ, കാലി വളർത്തൽ, മീൻ വളർത്തൽ, താറാവ് വളർത്തൽ, പറമ്പും പുരയിടങ്ങളും എല്ലാം പലവിധ ഫലപുഷ്ട തൈകൾ കൊണ്ടും നിരവധി ഇനത്തിൽപ്പെട്ട പ്ലാവുകളുടെ ചക്കകൾ കൊണ്ടും സവിഷ്ഠിതമായ ഒരു കൃഷിയിടം. 10 വർഷത്തെ കൃഷിരീതികൾ പോലെ ഈ പത്താമതയത്തിനും കൃഷിരീതികൾ തെറ്റിക്കാതെ ചേന കൃഷിയുടെ ഉദ്ഘാടന ചടങ്ങ് നാട്ടിലെ വിവിധ കാർഷിക കുടുംബക്കാരുടെ സാന്നിധ്യത്തിൽ കാർഷിക വിദഗ്ധൻ എന്നറിയപ്പെടുന്ന തൊടുപുഴയിലെ ആന്റണി കണ്ടിരിക്കൽ, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന നാട്ടിലെ പ്രമുഖരായ കർഷകർ, കൃഷിയെ സ്നേഹിക്കുന്ന വീട്ടമ്മമാർ ഉൾപ്പെടെ ജോൺസന്റെ പുരയിടത്തിലെ ചേനനടയിൽ ആഘോഷമാക്കി. സാധാരണഗതിയിൽ കൃഷിപ്പണികൾ പണ്ട് കാലം തൊട്ട് ആരംഭിക്കുക, ചാല് കീറുകയും അതോടൊപ്പം തന്നെ കൃഷിസ്ഥലം ഇതൊക്കെ ചെയ്ത് 10 ദിവസം കഴിയുന്ന ദിവസമാണ് മേടമാസത്തിലെ പത്താമതയം. പരമ്പരാഗതമായി ആ ഒരു കാലഘട്ടം കർഷകർ വിത്തുകൾ നടാനും കൃഷി ചെയ്യാനൊക്കെ ഏറ്റവും നന്നായിട്ട് എടുക്കാൻ കാരണം അന്ന് സൂര്യൻ്റെ സ്ഥാനം ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്നു. വേനൽ മഴ പെയ്ത് ഭൂമി കുതിർന്നു കിടക്കുന്നു. എന്നാൽ അന്തരീക്ഷം ഏറ്റവും നല്ല നീരാവി കൊണ്ട് നിറഞ്ഞ് ഒരു ചൂട് പ്രത്യേകമായിട്ട് നിൽക്കുകയാണ്. വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 2 ഘടകങ്ങളും, അതായത് ജലവും അതോടൊപ്പം തന്നെ ചൂടും, ഇത് രണ്ടും കൂടെ ഒത്തുചേരുന്ന ഒരു പ്രത്യേക സമയമാണിത്. അപ്പോൾ ഭൂമിദേവിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിത്തുകൾ മുളപൊട്ടാൻ അങ്ങനെ വ്യഗ്രത പൂണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തെ കാരണവന്മാർ പാരമ്പര്യമായി തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായി വിത്ത് മഹോത്സവ വിത്ത് നടുന്ന ഒരു കാലമായി പത്താമതയത്തിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ പത്താമതയം ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ മാറിപ്പോയെങ്കിലും അത് ജോൺസനെ പോലെയുള്ള നല്ല കർഷകർ അത് വീണ്ടും ആ ദിവസം തിരഞ്ഞെടുത്ത് ഇന്ന് പ്രധാനപ്പെട്ട കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളെല്ലാം ഇവിടെ ക്ഷണിച്ചു വരുത്തി ഇത് വീണ്ടും സമൂഹത്തിലേക്ക് ഒന്ന് കൺവേ ചെയ്യാൻ, ഇത് ഈ സമയത്ത് നടന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി അതിന് ജോൺസനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് എല്ലാ കൃഷിക്കാരും പൊതുവെ ഈ സമയത്ത് എല്ലാവരും വിത്തുകളും വിളകളും ഒക്കെ നടുന്ന സമയമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചെറിയ വേനലുണ്ടാവും. അത് കഴിഞ്ഞ് ഇടവപ്പാതി വരുന്നു. ഇടവപ്പാതിയിലേക്ക് വരുമ്പോഴേക്കും ചെടികൾ ആർത്ത് തളുക്കും. അത് കഴിഞ്ഞ് ചിങ്ങത്തിൽ 10 മഴ, കന്നിയിൽ 10 മഴ, തുലാത്തിൽ 10 മഴ. ഈ 10 മഴ വീതം 30 മഴയും കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ മഞ്ഞുകാലമായി. ആ മഞ്ഞുകാലം വരുമ്പോഴും ഈർപ്പം മണ്ണിൽ നിലനിൽക്കും. പക്ഷേ ഈ 6 മാസക്കാലം കൊണ്ട് ചെടികൾക്ക് പിന്നീട് വരുന്ന വേനലിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നേടും. ആ കരുത്ത് നേടുന്നത് വഴി നമുക്ക് ജലസേചന പ്രക്രിയ കുറയ്ക്കാം, കൃഷിയുടെ സംരക്ഷണ ചെലവുകൾ കുറയ്ക്കാം, ചെടികൾ ആരോഗ്യത്തോടുകൂടി വളരും. അങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇതൊരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അതാണ് മേടപ്പത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ രീതിയിൽ വളർന്നു വരാനുള്ള സാഹചര്യമുണ്ട് എന്ന് കർഷകർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ തിരിച്ചറിയുകയും അവർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മനോഹരമായ ദിവസം, നല്ല സമയമാണിത്. രാവിലെ ഈ സമയത്ത് ഈ ചേനവിത്ത് നട്ടുകൊണ്ടാണ് നമ്മുടെ പത്താമതയുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ജോൺസൺ ചേന നടിയിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 3000-ഓളം മുകളിൽ ചേനകൾ വിളവെടുത്ത് നല്ല രീതിയിൽ അത് വിപണനം ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇന്ന് മേടം 10 സാറ് പറഞ്ഞതുപോലെ പത്താമതയം നമ്മൾ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളുടെ ഒരു മലയാളികൾക്കുള്ള 2 ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. ഏറ്റവും കാരണം മലയാളികൾക്ക് മാത്രമുള്ള 2 ഉത്സവങ്ങളാണ്. ഇത് രണ്ടും കൃഷിയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കാരണം കൃഷി നടുന്നതിന്, കൃഷി ചെയ്യുന്നതിനുള്ള കാലഘട്ടമാണ് ഈ പറയുന്ന മേടമാസത്തിലും. നമ്മളതിൻ്റെ വിളവെടുപ്പ് കാലങ്ങൾ, നെൽകൃഷിയുടെ വിളവെടുപ്പ് കാലങ്ങളാണ് ഓണം ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ 2 വിളവ് കാലത്തും നമ്മൾ മലയാളികൾ അതിനെ മാക്സിമം ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ വിളവ് ഇറക്കൽ ഉത്സവം എന്ന് ഇതിനെ പറയുന്നത് തന്നെ. കാരണം സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥയിൽ നിൽക്കുന്നു. ഞായറാഴ്ച, അതായത് ഞാറ്റുവേലകളാണ് മലയാളികളെ സംബന്ധിച്ച്, ഞാറ്റുവേലകളാണ് കൃഷിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. അത് ഞായറാഴ്ചയാണ്. ഞാറ്റുവേലകളുടെ അധിപൻ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്.
ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ ആ സൂര്യനെ കേന്ദ്രീകരിച്ചാണ് കൃഷി നിലനിൽക്കുന്നത്. കാരണം സൂര്യപ്രകാശം നല്ല രീതിയിൽ, ഒട്ടും ചോലയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല വിളവെടുപ്പ് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ജോൺസൺ വീണ്ടും നമുക്കത് ഒരു പുതിയ ഒരു നമുക്ക്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. കാരണം 10-ാമതയിൽ തന്നെ കൃഷി ഇറക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ വിളവെടുപ്പ് അദ്ദേഹത്തിന് സാധിക്കട്ടെ, നല്ല രീതിയിൽ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും ആശംസയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൻ്റെ ഈ ചേന നടിയ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വെച്ചോട്ടെ. റെഡി. എല്ലാവരും ഓരോന്ന് കയ്യിലെടുത്തിട്ട് ഒന്നിച്ചങ്ങ് വെക്കുകയാണെങ്കിൽ അവർ ഫോട്ടോ കിട്ടും. അതൊക്കെ അവർ കോൺ വെട്ടിച്ചെടുത്തത് കറക്കിടും. കൃഷിക്കാരനാണ് ജോൺസൺ. രണ്ട് രീതിയിൽ കൃഷിക്കാരനാണ്. ഒന്ന് ഈ ഇങ്ങനെ അഗ്രികൾച്ചർ മേഖലയിൽ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നു. അതുകൂടാതെ കോഴിക്കൃഷിയും ചെയ്യുന്നു. കോഴിക്കൃഷി ചെയ്യുന്നു, അതിൻ്റെ പേരിൽ അതിൽ ഉപോൽപ്പന്നമായിട്ട് അതിൻ്റെ ബദലായിട്ട് അതിൻ്റെ വ്യാപാരവും ചെയ്യുന്നു. എല്ലാ രീതിയിലും ബഹുപ്രതിഭയായ ജോൺസൺ വിളിച്ചപ്പം കൊടുക്കുളം പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് ജോൺസണോട് എല്ലാ ഹെൽപ്പും എല്ലാ താല്പര്യവും എല്ലാ സന്തോഷവും പങ്കിടാനും ഇവിടെ കൂടിയവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും പരിപാടികളും ഏറ്റവും വിജയപ്രദമായിട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ കാർഷിക കൃഷിയാണ്. ആ കൃഷിയിൽ ഇന്ന് യുവതലമുറ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജോൺസൺ ഈ രംഗത്തേക്ക് സജീവമായിട്ട് വന്നതിനെ ഞാൻ വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോൺസൺ നല്ല കൃഷിക്കാരനാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമ്മളെല്ലാവരും കൃഷിക്കാരാണ്. ഒരു കാലം നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കഴിഞ്ഞ തലമുറകളെല്ലാം ജീവിച്ചിരുന്ന കൃഷിയെ ആശ്രയിച്ചിട്ടാണ്. നമുക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ശരിയല്ല. അത് നമ്മുടെ രാജ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും. പത്താമതയത്തിൽ ഈ ചേനനടിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ്, വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ്, കാർസിൻ്റെ ചെയർമാൻ ആനണി സാറ്, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക്. നമ്മുടെ നാടിന് അഭിമാനമായ പൊട്ടനാനിക്കൽ ജോൺസനാണിത്. ജോൺസണും കുടുംബവും കൃഷിയാണ് പ്രധാനമായും. കോഴിക്കൃഷി, അതുപോലെ തന്നെ വൈവിധ്യങ്ങളായ കൃഷി രീതികൾ കൊണ്ട് സമൃദ്ധമായ ഏഴൂരെ അപൂർവം കൃഷി സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട കൃഷി പുരയിടമാണ് ജോൺസന്റെ. നിരവധി ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെ പശു വളർത്തൽ, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, പച്ചക്കറിത്തോട്ടം എല്ലാം കൊണ്ടും ഒരു മാതൃകാ കൃഷി കുടുംബമാണ് പൊട്ടനാനിക്കൽ ജോൺസന്റേത്. കഴിഞ്ഞ പ്രാവശ്യം 3000 കുഴി ചേനയാണ് നട്ടത്. ഈ പ്രാവശ്യം 4000 കുഴിയോളം ചേന ഈ 10-ാമതയത്തിന് തന്നെ കൃഷി ഇറക്കുന്ന വളരെ അപൂർവം കുടുംബക്കാരായ ജോൺസനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്മകൾ ഉണ്ടാവട്ടെ.